ആരെ? ഈ മൊട്ടയല്ല, അവൻ മാത്രമല്ല, സനീഷ് മാത്രമല്ല, ഹർഷ മാത്രമല്ല, AKG സെന്ററിന്റെ ശമ്പളം പറ്റുന്ന ധൈര്യമുള്ള 100 പേരുണ്ടെങ്കിൽ വാ, ഞാൻ ഒറ്റക്ക് മതി. ഒരു സംവാദം നടത്തുക നിങ്ങൾ. ഇതാണ് ചുണക്കുട്ടി, ലീഗിന്റെ പുലിക്കുട്ടി. വെല്ലുവിളിക്കുന്നു. എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് വർഗീയപരമായിട്ട് ഞാൻ ആരെയെങ്കിലും എൻ്റെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം എന്നാണ് KM ഷാജി സാഹിബ്. അത് പബ്ലിക്കായിട്ട്, അടച്ചിട്ട റൂമിലല്ല. അടച്ചിട്ട റൂമിലാവുമ്പോൾ എന്തും ആക്കാം. കാരണം എഡിറ്റ് ചെയ്യാം, വാക്കുകളെ എഡിറ്റ് ചെയ്തിട്ട് ഇല്ലായ്മ ചെയ്യാം. അതിനാണ് KM ഷാജി പബ്ലിക്കിലേക്ക് വിളിക്കുന്നത്. അവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവില്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും കേൾക്കുന്നത് ആരെന്തു പറയുന്നു എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ വെല്ലുവിളി. ഒരു നേതാവിൻ്റെ വെല്ലുവിളിയാണ്. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ശത്രുക്കളായ ആളുകൾ. അത് CPM-ന്റെ നേതാക്കളായാലും ചാനലിലെ AKG സെന്ററിൽ നിന്ന് ശമ്പളം പറ്റുന്ന വൃത്തികെട്ട ചാനൽ വാർത്ത ആളുകളെയാണ് വിളിക്കുന്നത്. പോവില്ല, ധൈര്യമില്ല. കാരണം KM ഷാജിയാണ്. കേസുകൾ കൊണ്ട് ഒരുപാട് അമ്മാനമാടിയ ആളാണ്. വീട്ടിൽ കയറിറങ്ങി ഭാര്യൻ്റെ പേരിൽ കേസാക്കി. ഇഞ്ചിക്കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതുപോലെ, കരിമ്പൻ തോട്ടിൽ ആന ഇറങ്ങിയതുപോലെ എല്ലാം നശിപ്പിച്ച് വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കട്ടിൻ്റെ ചോട്ടിലെ പണം പോലും അപഹരിച്ച് അവസാനം അത് സുപ്രീം കോടതി വഴി തന്നെ അപഹരിച്ച ആളുകൾ തന്നെ ആ പണം ആ കട്ടിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട്. അത്രക്കും മുഷിരുള്ള ഒരാൺകുട്ടിയാണത്. കേസിനെ ഭയപ്പെടാത്ത ആൺകുട്ടി. ഇവിടുത്തെ ഒരു ഇല്ലാത്ത നിയമങ്ങളെ, അദ്ദേഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമത്തെയും ഭയപ്പെടാതെ എല്ലാം ചങ്കൂറ്റത്തോടുകൂടി നേരിടുന്ന ഒരേ ഒരു നേതാവ്, അതാണ് KM ഷാജി സാഹിബ്. ബാക്കി കൂടെ കേൾക്കാം. അത് ചാനൽ മുറിയിൽ പറ്റൂല. കാഞ്ഞങ്ങാട് ഇവിടെ സ്റ്റേജ് കെട്ടാം. KM ഷാജിയുടെ നാവിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കുന്ന ഒരു വാക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് ഞാൻ വരും നിങ്ങളുടെ അടുത്ത്. പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ട് അത് ചാനൽ മുറിയിൽ ഏകപക്ഷീയമായി സംസാരിച്ച പോരാ. അവിടെ ഇരുന്ന ചോദിക്കാൻ ആളുണ്ടാവില്ല. ഞാൻ ചോദിക്കാതിരിക്കും. ചാനൽ മുറിയിൽ വരൂല. നിങ്ങൾ കട്ട് ചെയ്യും. പുറത്തു വാ, തെരുവിൽ വാ, ജനങ്ങളുടെ മുമ്പിൽ വാ. അവിടെ ചോദിക്കാൻ ആളില്ല എന്ന് വെച്ചിട്ട് ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ സഖാക്കളെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം.